അപ്പോൾ അടുത്ത ടോപ്പിക് നമുക്ക് പഠിക്കാനുള്ളത് മൊഡ്യൂൾസ് ആണ്. മൊഡ്യൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫങ്ഷൻസ് പറഞ്ഞ പോലെയാണ് മൊഡ്യൂൾസും വരുന്നത്, പക്ഷെ കുറച്ച് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞത് എന്താണ്? ഇപ്പോൾ ഒരു പ്രോഗ്രാമിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ആ സ്റ്റേറ്റ്മെന്റ്സിനെ ഒരു ഫംഗ്ഷനായിട്ട് ഡിഫൈൻ ചെയ്യും. പിന്നെ എപ്പോഴൊക്കെയാണോ ആ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആവശ്യം വരിക, അപ്പോൾ നമ്മൾ ഫങ്ഷൻസ് കോൾ ചെയ്യും. ആ ഫംഗ്ഷനെ കോൾ ചെയ്യും എവിടൊക്കെയാണോ ആ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആവശ്യം വരിക. അങ്ങനെയാണ് ഫംഗ്ഷൻ ഉപയോഗിക്കുക. അതുപോലെയാണ് മൊഡ്യൂൾസ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ മൊഡ്യൂൾസിൽ ഒരു വ്യത്യാസം, നമ്മൾ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഒരു ഫംഗ്ഷനാക്കി ഡിഫൈൻ ചെയ്ത് വെച്ചത് ആ പ്രോഗ്രാമിനുള്ളിൽ മാത്രമേ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷെ മൊഡ്യൂൾസിന്റെ കേസിൽ നമ്മൾ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഒരു മൊഡ്യൂളായിട്ട് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഡിഫറെന്റ് പ്രോഗ്രാംസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 10 പ്രോഗ്രാം നമ്മൾ എഴുതുന്നുണ്ട്, 10 പ്രോഗ്രാമിലും ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കണം എങ്കിൽ നമ്മൾ അതിനെ ഒരു മൊഡ്യൂളായിട്ട് സേവ് ചെയ്ത് ഒരു ഫയലിൽ വെക്കും. ഒരു ഫയലിലായിട്ട് അത് സേവ് ചെയ്ത് വെക്കും. സേവ് ചെയ്ത് വെച്ചിട്ട് ഏതൊക്കെ പ്രോഗ്രാമിലാണോ അത് ഉപയോഗിക്കേണ്ടി വരിക അതിലേക്ക് ഈ മൊഡ്യൂളിനെ ഇമ്പോർട്ട് ചെയ്യും. നേരത്തെ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ട് ഫംഗ്ഷനെ കോൾ ചെയ്യുക എന്ന് പറയുന്ന പോലെ ഇവിടെ ഒരു മൊഡ്യൂളിനെ ഒരു ഫയലാക്കി സേവ് ചെയ്ത് വെച്ചിട്ട് ആ ഫയലിനെ ഇമ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ് മൊഡ്യൂൾ ഉപയോഗിക്കുക. മൊഡ്യൂൾ അപ്പം ഡിഫറെന്റ് പ്രോഗ്രാംസിൽ നമുക്കൊരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ അതിനെ മൊഡ്യൂൾസ് ഒക്കെ സേവ് ചെയ്യും. അപ്പോൾ മൊഡ്യൂൾസ് ഒക്കെ സേവ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി അതൊരു പ്രോഗ്രാം തന്നെയാണ്. ആ പ്രോഗ്രാമിനെ നമ്മളൊരു ഫയലിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് അതിന് .py എന്നുള്ളൊരു ഇത് കൊടുക്കും. അവസാനം .py എന്ന് ഒരു എക്സ്റ്റൻഷൻ കൊടുത്തിട്ട് അത് സേവ് ചെയ്യും. സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മൊഡ്യൂളായി. അപ്പോൾ ആ മൊഡ്യൂളിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫയലിൽ സേവ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിനെ നമുക്ക് വേറൊരു പ്രോഗ്രാമിലേക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുന്ന രീതിയാണ് ഇമ്പോർട്ടിംഗ് എന്ന് പറയുക. അപ്പോൾ ആദ്യം നമ്മളൊരു ഏത് പ്രോഗ്രാമിലാണ് ഈ മൊഡ്യൂൾ ഉപയോഗിക്കേണ്ടത് അതിന് മുകളിൽ ആദ്യം ഇമ്പോർട്ട്, ഏത് മൊഡ്യൂളാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത് അതിന്റെ പേര് എഴുതുന്നു. .py എക്സ്റ്റൻഷൻ ഉള്ളതായിരിക്കണം ആ ഫയൽ. അതിന്റെ പേര് എഴുതുന്നു. അതിനെ ഇമ്പോർട്ട് ചെയ്തിട്ട് ആ ഫയലിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഗ്രാം നമുക്ക് പുതിയ പ്രോഗ്രാമിൽ ഉപയോഗിക്കാം. അത് വീണ്ടും ആ സ്റ്റേറ്റ്മെന്റ്സ് എഴുതണമെന്നില്ല. അപ്പൊ അതിനെയാണ് മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. അപ്പൊ മൊഡ്യൂള് എന്താണ്? ഒരു ഫയലിൽ കുറെ പൈതൺ സ്റ്റേറ്റ്മെന്റ്സും ഡെഫിനിഷൻസും ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് ഒരു മൊഡ്യൂൾ എന്ന് പറയുക. അപ്പൊ അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഡിഫറെന്റ് പ്രോഗ്രാംസിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് വീണ്ടും വീണ്ടും ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഈ മൊഡ്യൂൾ എളുപ്പമാണ്. അപ്പോൾ ടോട്ടൽ പ്രോഗ്രാമിന്റെ ലെങ്ത് കുറയും. ലെങ്ത് കുറയ്ക്കാം, ഇതിനെ ഓർഗനൈസ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഒരു പ്രോഗ്രാമിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യണം. അതിൻ്റെ അകത്തെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഒരു മൊഡ്യൂളിൽ ഒരു ഫയലിലാക്കി വെച്ച് കഴിഞ്ഞാൽ ആ പ്രോഗ്രാം ചെയ്യുമ്പോൾ മാത്തമാറ്റിക്സ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ മൊഡ്യൂളിനെ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇതിനുള്ളിലെ ഡെഫിനിഷൻസും ഫോർമുലാസും ഒക്കെ വെച്ചിട്ട് നമ്മൾ മാത്തമാറ്റിക്സ് ചെയ്യും. ഇപ്പോൾ ഒരു ഇമേജ് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു ഭാഗം വരികയാണ് ഒരു പ്രോഗ്രാമിൽ. ആദ്യം മാത്സ് ചെയ്യാനുണ്ടായിരുന്നു, അത് ചെയ്ത് കഴിഞ്ഞു, ഇനി കുറച്ച് ഇമേജ് പ്രോസസ്സിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇമേജ് പ്രോസസ്സിങ്ങിന്റെ ഒരു മൊഡ്യൂൾ ഉണ്ടാക്കി സെപ്പറേറ്റ് വെക്കും. എന്നിട്ട് ആ പ്രോഗ്രാമിലേക്ക് അത് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇമേജ് പ്രോസസ്സിങ്ങിനുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആ മൊഡ്യൂളിൽ നിന്ന് ഉപയോഗിക്കും. അപ്പോൾ ഒരു പുതിയ പ്രോഗ്രാം എഴുതുമ്പോൾ അതിൽ കുറേ ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്. അതെല്ലാം ആ പ്രോഗ്രാമിൽ തന്നെ എഴുതാതെ നമ്മൾ ഓരോന്നിനും ഒരു സെപ്പറേറ്റ് മൊഡ്യൂളാക്കി നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വീണ്ടും നമുക്ക് ഉപയോഗിക്കാം. അതിനെയാണ് മൊഡ്യൂൾസ് എന്ന് പറയുക. ഈ പൈത്തണിൽ ഓൾറെഡി ബിൽറ്റ് ആയിട്ട് കുറേ മൊഡ്യൂൾസ് ഉണ്ട്. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടി മാത്ത് എന്ന് പറഞ്ഞൊരു മൊഡ്യൂൾ ഉണ്ട്. പ്ലോട്ടിങ്, ഗ്രാഫ് പ്ലോട്ടിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി മാറ്റ്പ്ലോട്ലിബ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ഉണ്ട്. പിന്നെ അറേയും മെട്രിക്സസും ഒക്കെ ചെയ്യാൻ വേണ്ടി numpy എന്നുള്ള ഒരു മൊഡ്യൂൾ ഉണ്ട്. അങ്ങനെ കുറേ മൊഡ്യൂൾ ഓൾറെഡി ബിൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ അതിനുള്ള മൊഡ്യൂളാണ് numpy എന്ന് പറഞ്ഞൊരു മൊഡ്യൂൾ ബിൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ മൊഡ്യൂൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട്
2 അറേ ആണെങ്കിൽ അതിൻ്റെ ഒരു ഫോർമാറ്റ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിട്ട് അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മൊഡ്യൂൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ 2 മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ആ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഡെഫിനിഷൻ ആ പ്രോഗ്രാമിൽ തന്നെ നമ്മൾ എഴുതണം. ഇപ്പോൾ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ഇപ്പോൾ അതിൻ്റെ അകത്ത് ഓരോ എലമെൻറ്റ് വൈസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. അതെല്ലാം നമ്മൾ പ്രോഗ്രാമായിട്ട് അതിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് എഴുതണം. എഴുതി വെച്ചാൽ മാത്രമേ അത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റൂ. ഈ കേസിൽ ഇത് ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു മൊഡ്യൂളായിട്ട്. അപ്പോൾ നമ്മൾ ആ മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതിനാണ് മൊഡ്യൂൾസ് ഉപയോഗിക്കുക. എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു മൊഡ്യൂളായിട്ട് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യേണ്ടി വരുമ്പോൾ അതിനെ ഇമ്പോർട്ട് ചെയ്താൽ മതി. അപ്പോൾ പൈത്തണിൽ ബിൽറ്റ് ആയിട്ട് കുറേ മൊഡ്യൂൾസ് ഉണ്ട്. അത് നമ്മൾ പഠിക്കും. അടുത്ത നെക്സ്റ്റ് മൊഡ്യൂളിൽ ശരിക്കും 2 മൊഡ്യൂളിനെ കുറിച്ച് പഠിക്കുകയാണ്. നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് നംപൈയും മാറ്റ്പ്ലോട്ലിബും എന്നുള്ള 2 മൊഡ്യൂളിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയാണ്. നമ്മുടെ അടുത്ത മൊഡ്യൂൾ, സിലബസിലെ അടുത്ത മൊഡ്യൂളിൽ പഠിക്കുന്നത് നംപൈയും മാറ്റ്പ്ലോട്ലിബും എന്താണെന്നാണ്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. അതിനു മുന്നേ നമുക്ക് സ്വന്തമായിട്ട് ഒരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നാണ് ഇനി പറയുന്നത്. ഇപ്പോൾ ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഫയലിൽ നമ്മളൊരു പ്രോഗ്രാം സേവ് ചെയ്ത് വെക്കുന്നു, അതിനെയാണ് ഒരു മൊഡ്യൂൾ എന്ന് പറയുക. അപ്പോൾ ഫയൽ സേവ് ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ എക്സ്റ്റൻഷൻ എന്തായിരിക്കണം, .py എന്നായിരിക്കണം. .py എന്ന എക്സ്റ്റൻഷനിൽ ഒരു ഫയലിൽ ഒരു പ്രോഗ്രാം സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനാണ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളായിട്ട് ഞാനിവിടെ ഒരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. എന്താ 2 ഫങ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 3 ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ഒരു അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റും കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഒരു ഡെഫിനേഷൻ എന്താ, ഒരു ഫംഗ്ഷൻ ആഡ് ചെയ്യാൻ ഇപ്പോൾ എക്സും വൈയും 2 ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യുന്ന എന്തായിരിക്കും, എക്സ് പ്ലസ് വൈ റിട്ടേൺ ആവും. അതുപോലെ തന്നെ സബ്സ്ട്രാക്ഷൻ ചെയ്യാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, സബ്ട്രാക്ട് എക്സ് കോമ വൈ. റിട്ടേൺ എന്തായിരിക്കും റിട്ടേൺ ചെയ്യുക, എക്സ് കോമ വൈ എന്നുള്ളത് റിട്ടേൺ ആവും. അതുപോലെ തന്നെ ഒരു ഫൈയുടെ വാല്യൂ ഞാനിവിടെ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് വഴി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ച് വേറെ ഒരു റേഡിയസ് കൊടുത്തു കഴിഞ്ഞാൽ സർക്കിളിൻ്റെ ഏരിയ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഫംഗ്ഷനും ഡിഫൈൻ ചെയ്തു. ഈ 3 ഫംഗ്ഷനും ഒരു അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റും ഉള്ള ഈ ഒരു കോഡിനെ ഞാനൊരു ഫയലിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഇത് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തിട്ട് കോപ്പി ചെയ്തിട്ട് ഞാൻ ഒരു ടെക്സ്റ്റ് എഡിറ്റർ എടുത്തിട്ട് അതിലേക്ക് അത് സേവ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇത് കാണാമോ, ടെക്സ്റ്റ് എഡിറ്റർ കാണാമോ? ഹലോ, കാണാം. ഇപ്പൊ ഞാൻ അവിടെ നിന്ന് കോപ്പി ചെയ്ത ആ പ്രോഗ്രാം ഞാൻ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തിട്ട് ഇത് സേവ് ചെയ്യാൻ പോവുകയാണ്. സേവ് ചെയ്യേണ്ടത്, നമ്മൾ ഇപ്പോൾ പുതിയതായിട്ട് ഒരു പ്രോഗ്രാം എഴുതുന്നത് ഏത് പ്രോഗ്രാമിലേക്കാണ് ഈ മൊഡ്യൂൾ കോൾ ചെയ്യേണ്ടത്, ആ ഒരു പ്രോഗ്രാം നമ്മൾ എഴുതുന്നുണ്ടാവുമല്ലോ, ആ പ്രോഗ്രാം ഏത് ഫോൾഡറിലാണോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഫോൾഡറിൽ തന്നെ ഇതും സേവ് ചെയ്ത് വെക്കണം. ഇപ്പം ഞാനിവിടെ കമ്പ്യൂട്ടേഷണൽ ഫിസിക്സ് എന്ന ഫോൾഡറിലാണ് ഇത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ എടുക്കുന്നത് ഇത് CP10 ഫയൽസ് എന്ന CP11 മൊഡ്യൂൾസ് എന്ന ഇതിലാണ് ഞാനിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഫോൾഡറിൽ തന്നെ വേണം എന്ത് സേവ് ചെയ്യാൻ, ആ മൊഡ്യൂളും സേവ് ചെയ്യാൻ. അതിനൊരു ഞാൻ പേര് കൊടുക്കുകയാണ്, കാൽക്ക് എന്നുള്ളൊരു പേര് കൊടുക്കുകയാണ്, CALC.py എന്ന ഫോർമാറ്റിൽ എക്സ്റ്റൻഷനിൽ അത് സേവ് ചെയ്ത് വെച്ച് ഇവിടെ. അപ്പോൾ അത് സേവായി. അതായത് ഈ CP11 മൊഡ്യൂൾസ് എന്നുള്ള ഈ പ്രോഗ്രാം, അതായത് ഇനി ഈ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാംസ് ഒക്കെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന അതേ ഫോൾഡറിൽ തന്നെ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പ്രോഗ്രാമും ഒരു ഫയലായിട്ട് സേവ് ചെയ്തു. ഫയലിൻ്റെ എക്സ്റ്റൻഷൻ നമ്മൾ PY എന്നും കൊടുത്തു. ഫയലിൻ്റെ നെയിം എന്താണ്, കാൽക്ക് എന്നും കൊടുത്തു, CALC എന്നും കൊടുത്തു, സേവ് ചെയ്തു.
സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു മൊഡ്യൂൾ ക്രിയേറ്റ് ആയി. അപ്പോൾ 3 ഫംഗ്ഷൻ ഡെഫിനിഷനും ഒരു അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റും ഉള്ള ഒരു മൊഡ്യൂളായിട്ട് അത് സേവ് ആയി. മൊഡ്യൂളിന്റെ പേര് കാൽക്ക് എന്നാണ്. കാൽക്കുലേറ്റർ എന്നാണ് ഷോർട്ട് ഫോം ആയിട്ട് കാൽക്ക് എന്ന് കൊടുത്തതാണ്. ഇനി അതെങ്ങനെ ഇമ്പോർട്ട് ചെയ്യാമെന്നുള്ളതാണ്. അതായത് പുതിയൊരു പ്രോഗ്രാം, ഇതൊരു പുതിയ പ്രോഗ്രാം ആണെന്ന് വിചാരിക്കാം. ആ പ്രോഗ്രാമിലേക്ക് ഈ മൊഡ്യൂൾ, നമ്മൾ സേവ് ചെയ്ത് വെച്ച മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. ഇമ്പോർട്ട് എന്നുള്ള എഴുതണം. എന്നിട്ട് ഏത് മൊഡ്യൂളാണോ ഇമ്പോർട്ട് ചെയ്യേണ്ടത് അതിന്റെ പേര് അതിവിടെ കൊടുക്കണം. ഇമ്പോർട്ട് കാൽക്ക് എന്നാണ് അതിന്റെ പേര്. ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിവിടെ ഇമ്പോർട്ട് ആവും. ഈ പ്രോഗ്രാമിലേക്ക് ഇവിടെ ചെയ്ത് ആ കാൽക്ക് എന്നുള്ള മൊഡ്യൂളിൽ നമ്മൾ എന്തൊക്കെയാണോ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, എന്തൊക്കെയാണോ ചെയ്തത്, അതെല്ലാം ഇങ്ങോട്ട് കോപ്പി ആവും. കോപ്പി ആയിട്ട് ഇനി നമുക്ക് ആ കാൽക്ക് എന്നുള്ളിൽ ഉള്ള മൊഡ്യൂളിൽ എന്തൊക്കെയാണോ ചെയ്തത് അത് ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ ആഡ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആഡ് എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് ഈ പുതിയ പ്രോഗ്രാമിൽ ഉപയോഗിക്കാം. അത് ഉപയോഗിക്കേണ്ട ഫോർമാറ്റ് ഇങ്ങനെയാണ്. ഏത് മൊഡ്യൂളിന്റെ നെയിം ഡോട്ട് ഏത് ഫംഗ്ഷൻ ആണോ ഉപയോഗിക്കേണ്ടത് ആ ഫംഗ്ഷന്റെ നെയിം കൊടുത്തിട്ട് പാരാമീറ്റേഴ്സ് എന്താണോ കൊടുക്കുന്നത്, അപ്പോൾ നമുക്കത് എക്സിക്യൂട്ട് ആവും. അപ്പൊ ഇമ്പോർട്ട് ചെയ്യാനുള്ള രീതി ഇങ്ങനെയാണ്. ഇമ്പോർട്ട് എന്ന് കൊടുക്കുക, ആ മൊഡ്യൂൾ നെയിം, എന്നിട്ട് ആ മൊഡ്യൂളിനുള്ളിലുള്ള എന്തെങ്കിലും ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് മൊഡ്യൂൾ നെയിം ഡോട്ട് എന്താണോ ആക്സസ് ചെയ്യേണ്ടത് അതിന്റെ പേര്. ഇവിടെ ഞാൻ ഇതൊന്ന് റൺ ചെയ്യാണ്. ഇവിടെ റൺ ചെയ്യുമ്പോൾ എന്താവും? ആഡ് എന്നുള്ള ഈ ഫംഗ്ഷൻ കാൽക്ക് എന്നുള്ള മൊഡ്യൂളിൽ നിന്ന് ഇങ്ങോട്ട് വരും. എന്നിട്ട് 10ഉം 2ഉം അതിലേക്ക് ട്രാൻസ്ഫർ ആവും. ഈ എക്സും വൈക്കും പകരം 10ഉം 2ഉം ട്രാൻസ്ഫർ ആവും. എന്ത് റിട്ടേൺ ആവും? x+y റിട്ടേൺ ആവും. എന്നിട്ട് അത് പ്രിന്റ് ആവും. അതുപോലെ തന്നെ പ്രിന്റ് ദ വാല്യൂ ഓഫ് പൈ ഈസ് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ കാൽക്ക് ഡോട്ട് പൈ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? പൈ എന്ന വേരിയബിൾ കാൽക്ക് എന്ന മൊഡ്യൂളിൽ നിന്ന് ഇവിടേക്ക് വരും. എന്നിട്ട് അത് ഇവിടെ പ്രിന്റ് ആവും. ഒന്ന് റൺ ചെയ്ത് നോക്കാം. 10ഉം 2ഉം കൂടെ ആഡ് ചെയ്ത് 12 പ്രിന്റ് ആയി. വാല്യൂ ഓഫ് പൈ ഈസ് 3.14, അതും പ്രിന്റ് ആയി. ഓക്കെ, ഇവിടെ സംഭവിച്ച ഇതൊരു പ്രോഗ്രാം, ഈ IN2 എന്ന് എഴുതിയിരിക്കുന്ന ഒരു പുതിയ പ്രോഗ്രാമാണ്. ഇതിലേക്ക് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പുതിയ ഫംഗ്ഷനെ ഒന്നും ഇവിടെ എഴുതിയിട്ടില്ല. പൈയുടെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ ചെയ്തത് ഇത് മാത്രമേ ഉള്ളൂ. കാൽക്കെന്ന് നേരത്തെ നമ്മൾ ഒരു ഫയലാക്കി സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ആ മൊഡ്യൂളിനെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തു. ഇമ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനുള്ളിലെ ഫങ്ഷൻസും അതിനുള്ളിൽ ഇനിഷ്യലൈസ് ചെയ്ത വേരിയബിൾസിനെയൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാം. അങ്ങനെ ആക്സസ് ചെയ്യാനുള്ള ഫോർമാറ്റ് ആണ് ഇത്. മൊഡ്യൂൾ നെയിം ഡോട്ട് എന്തിനെയാണ് ആക്സസ് ചെയ്യേണ്ടത് അതിന്റെ പേര് ഇവിടെ എഴുതുക. അപ്പൊ ഇങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ ഒരു മൊഡ്യൂളിനെ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ടെക്സ്റ്റ് എഡിറ്റർ എടുത്തിട്ട് ഏത് പ്രോഗ്രാമാണോ മൊഡ്യൂൾ ആക്കേണ്ടത് അതിനെ സേവ് ചെയ്ത് വെക്കുക. .py എക്സ്റ്റൻഷൻ വെച്ചിട്ട് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇമ്പോർട്ട് എന്നുള്ളൊരു കീവേഡ് എഴുതുക. എന്നിട്ട് ഏത് മൊഡ്യൂളിനാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത് അതിന്റെ നെയിം എഴുതുക. എന്നിട്ട് അതിനുള്ളിലെ ഫങ്ഷൻസും വേരിയബിളും ആക്സസ് ചെയ്യാൻ അതിന്റെ നെയിം ഡോട്ട് എന്തിനെയാണ് ആക്സസ് ചെയ്യേണ്ടത് അത് എഴുതുക. ഇനി നമുക്ക് ഈ മൊഡ്യൂളിനെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ പേര് മാറ്റി ഇമ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇമ്പോർട്ട് കാൽക്ക് ആസ് സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ പുതിയ പ്രോഗ്രാമിൽ ഈ കാൽക്ക് എന്നുള്ള ഇതിന് പകരം സി എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. തൊട്ട് മുകളിൽ കാൽക്ക് ഡോട്ട് ആഡ് 10,2 എന്ന് എഴുതിയതിന് പകരം എന്തെഴുതിയാൽ മതി? സി ഡോട്ട് ആഡ് എന്ന് എഴുതിയാൽ മതി. അതുപോലെ കാൽക്ക് ഡോട്ട് പൈ എന്ന് എഴുതിയതിന് പകരം സി ഡോട്ട് പൈ എന്ന് എഴുതിയാൽ മതി. അപ്പൊ അങ്ങനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതിന്റെ നെയിം ചേഞ്ച് ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്യാം. അതുപോലെ ഇനി നമുക്ക് ആ ഫയലിനെ മൊത്തമായിട്ട് ഇമ്പോർട്ട് ചെയ്യണ്ട. നമുക്കതിലെ ഒരു കുറച്ച് ഏതെങ്കിലും ഒരു ഫംഗ്ഷനോ ഏതെങ്കിലും ഒരു വേരിയബിളോ മാത്രം ഇമ്പോർട്ട് ചെയ്താൽ മതിയെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഫ്രം ഏത് മൊഡ്യൂളിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത് അതിന്റെ പേര് ഇമ്പോർട്ട് പൈ മാത്രമായിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതായത് മൊഡ്യൂൾ നെയിം ഡോട്ട് വേരിയബിൾ നെയിം എന്നുള്ള ഫോർമാറ്റ് ഉപയോഗിക്കേണ്ട. ആ വേരിയബിൾ നെയിം മാത്രം ഉപയോഗിച്ചാൽ മതി. കാൽക്ക് ഫ്രം കാൽക്ക് ഇമ്പോർട്ട് പൈ എന്ന് കൊടുത്തു. പ്രിന്റ് ഇവിടെ സി ഡോട്ട് പൈ എന്നോ കാൽക്ക് ഡോട്ട് പൈ എന്നോ കൊടുക്കണ്ട. പൈ എന്ന് വെറുതെ മാത്രം കൊടുത്താൽ മതി.
അപ്പൊ തന്നെ 3.14 പ്രിന്റ് ആവും. ഇനിയും അതിനുള്ളിലുള്ള ഒരു മൊഡ്യൂൾ ഉണ്ട്. ആ മൊഡ്യൂളിലുള്ള എല്ലാ വാല്യൂസും ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഫ്രം കാൽക് ഇമ്പോർട്ട് സ്റ്റാർ. ഫ്രം കാൽക് ഇമ്പോർട്ട് സ്റ്റാർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ മൊഡ്യൂളിലുള്ള എല്ലാ ഫങ്ഷൻസും എല്ലാ വാല്യൂസും ഇതിലേക്ക് ഇമ്പോർട്ട് ആവും. ഇത് റൺ ചെയ്താലും നമുക്ക് 3.14 കിട്ടും. അപ്പൊ സാർ സ്റ്റാർ ഈക്വൽ ടു എന്നിട്ട് എന്തെങ്കിലും ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിലോ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താവും സംഭവിക്കുക? അതല്ലേ വരുള്ളൂ. സ്റ്റാർ ഈക്വൽ ടു നമുക്കൊന്നും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ലല്ലോ. സ്റ്റാർ ഒരു വേരിയബിൾ നെയിം ആയിട്ട് എടുക്കാൻ പറ്റില്ല. വേരിയബിൾ നെയിം തുടങ്ങുന്നത് ഒന്നെങ്കിൽ ഒരു ക്യാരക്ടറിലോ അല്ലെങ്കിൽ അണ്ടർസ്കോറിലോ ആയിരിക്കണം. വേറെ ഒന്നും വേരിയബിൾ നെയിം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, ഇങ്ങനെയാണ് ഒരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുന്നതും ആ മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യുന്നതും. ഇത് നമ്മൾ സാധാരണ മൊഡ്യൂൾ ഒന്നും ക്രിയേറ്റ് ചെയ്യാറില്ല. ഇതിൽ ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ടുള്ള മൊഡ്യൂൾ യൂസ് ചെയ്യാറ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് മാത്ത് മൊഡ്യൂൾ എന്ന് പറഞ്ഞൊരെണ്ണം പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ബിൽറ്റ് ഇൻ ആയിട്ട് ആ ഫോൾഡറിൽ ഇൻസ്റ്റാൾ ആവും. അപ്പോൾ അത് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇമ്പോർട്ട് മാത്ത് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ മാത്ത് എന്നുള്ള മൊഡ്യൂൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിലേക്ക് ഇമ്പോർട്ട് ആവും. എന്നിട്ട് അതിനുള്ളിലുള്ള ഫങ്ഷൻസ് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ കുറെ എക്സാമ്പിൾസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. സ്ക്വയർ റൂട്ട് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ഏതെങ്കിലും ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ച് പ്രിന്റ് ചെയ്യും. അതുപോലെ തന്നെ പൈയുടെ വാല്യൂ അതിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. math.py എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പൈയുടെ വാല്യൂ പ്രിന്റ് ആവും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ആംഗിൾ ഡിഗ്രീസിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ റേഡിയൻസിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഫംഗ്ഷനും ഉണ്ട്. അതുപോലെ ഒരു ആംഗിൾ കൊടുത്തു കഴിഞ്ഞാൽ റേഡിയൻസിൽ ഒരു ആംഗിൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സൈൻ തീറ്റ കണ്ടുപിടിക്കാനും കോസ് തീറ്റ കണ്ടുപിടിക്കാനും ടാൻ തീറ്റ കണ്ടുപിടിക്കാനും ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഫങ്ഷൻസ് ഈ മാത്ത് എന്ന മൊഡ്യൂളിൽ സേവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാം, മോഡുലസ് കണ്ടുപിടിക്കാം, അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കാം. അങ്ങനെ അതിന്റെ എല്ലാ ഫങ്ഷൻസ് ഈ മാത്ത് എന്ന മൊഡ്യൂളിലുണ്ട്. അതായത് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ചെയ്യാനുള്ള എല്ലാ ഫങ്ഷൻസും നമ്മൾ പുതിയതായിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഈ മൊഡ്യൂളിൽ ഓൾറെഡി ബിൽറ്റ് ഇൻ ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ ഇങ്ങനെ കിട്ടും. സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് കിട്ടി. പൈയുടെ വാല്യൂ പ്രിന്റ് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. അതുപോലെ ഡിഗ്രീസ് 2നെ ഡിഗ്രീസിലേക്ക് മാറ്റുമ്പോൾ 114.59 അങ്ങനെ കിട്ടും. അതുപോലെ തന്നെ 60 റേഡിയൻസിലേക്ക് മാറ്റുമ്പോൾ ഒരു വാല്യൂ കിട്ടും. സൈൻ 2ന്റെ വാല്യൂ, കോസ് 1/2ന്റെ വാല്യൂ, ടാൻ 0.23, ഫാക്ടോറിയൽ ഓഫ് 4, എക്സ്പോണൻഷ്യൽ എന്ന് വെച്ചാൽ e⁵5 ആണ്. e⁵5ന്റെ വാല്യൂ, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് മാത്ത് ഉപയോഗിച്ച് ചെയ്യാം. ഇതില് ഈ മാത്ത് ഡോട്ട് എന്ന് അടിക്കണ്ട എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫ്രം മാത്ത് ഇമ്പോർട്ട് സ്റ്റാർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മാത്തിലുള്ള എല്ലാ ഫങ്ഷൻസും വാല്യൂസും ഈ പ്രോഗ്രാമിലേക്ക് ഇമ്പോർട്ട് ആവും. പിന്നെ വെറുതെ സൈൻ 2 എന്ന് മാത്രം അടിച്ചാൽ മതി. മാത്ത് ഡോട്ട് എന്ന് അടിക്കണ്ട. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ആദ്യത്തെ കേസിൽ ഞാൻ പറഞ്ഞല്ലോ, ഇമ്പോർട്ട് മാത്ത് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കണമെങ്കിൽ മാത്ത് ഡോട്ട് ഏത് ഫംഗ്ഷൻ ആണോ ഉപയോഗിക്കേണ്ടത് അത് കൊടുക്കണം. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ മാത്ത് ഡോട്ട് എന്ന് കൊടുത്തില്ലെങ്കിലും ഇത് റൺ ആവും, e⁵5 പ്രിന്റ് ആവും. പക്ഷേ നമ്മൾ മാത്ത് ഡോട്ട് എന്ന് കൊടുക്കുന്നതാണ് സേഫ്. അതെന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ചില കേസിൽ നമ്മൾ ഒരു മൊഡ്യൂൾ മാത്രമല്ല പല മൊഡ്യൂൾസ് ഇമ്പോർട്ട് ചെയ്യും. ഇപ്പൊ ഇവിടെ മാത്ത് എന്നുള്ള ഒരു മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്തു. അതുപോലെ ചിലപ്പോൾ numpy എന്നുള്ളൊരു മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് ഒരു ഫംഗ്ഷൻ കാണും. ഇപ്പൊ numpyയിലോ എക്സ്പോണൻഷ്യൽ എന്ന ഫംഗ്ഷൻ കാണും. അങ്ങനെ കാണുമ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ exp ബ്രാക്കറ്റിൽ 5 എന്ന് കൊടുക്കുമ്പോൾ അത് ഏത് മൊഡ്യൂളിൽ നിന്ന് എടുക്കണമെന്നുള്ളത് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. അങ്ങനെ വരുമ്പോൾ അത് ഏതെങ്കിലും ഒരു മൊഡ്യൂളിൽ നിന്ന് റാൻഡമായിട്ട് ചിലപ്പോൾ അത് പ്രിന്റ് ചെയ്യും. അങ്ങനെ ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ ഏത് മൊഡ്യൂളിലെ ഫംഗ്ഷൻ ആണോ വേണ്ടത്
വേണ്ടത് അത് നമ്മൾ കൊടുക്കണം. മൊഡ്യൂൾ നെയിം ഡോട്ട് ഫംഗ്ഷൻ എന്ന് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ എറർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇമ്പോർട്ട് സ്റ്റാർ എന്ന് ഉള്ളത് ഉപയോഗിക്കുന്നതിന് പകരം ഇത് ഇമ്പോർട്ട് എന്ന് മാത്രം കൊടുക്കുക. ഇമ്പോർട്ട് മൊഡ്യൂൾ നെയിം മാത്രം കൊടുത്തിട്ട് ഏത് മൊഡ്യൂളിലെ ഏത് ഫംഗ്ഷനാണോ ഉപയോഗിക്കേണ്ടത് അത് മൊഡ്യൂൾ നെയിം ഡോട്ട് ഫംഗ്ഷൻ നെയിം എന്ന ഫോർമാറ്റിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഇത്രയാണ് ഈ മൊഡ്യൂളിന്റെ കേസിൽ പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മുടെ സിലബസിലുള്ള നെക്സ്റ്റ് മൊഡ്യൂളിൽ നംപൈയും മാറ്റ്പ്ലോട്ലിബും എന്ന 2 മൊഡ്യൂൾസിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. നംപൈ അറേയും മെട്രിക്സും ഒക്കെ ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള കുറെ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടി, അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് നംപൈ ഉപയോഗിക്കുന്നത്. മാറ്റ്പ്ലോട്ലിബ് ആണെങ്കിൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക, എന്നിട്ട് ഇപ്പോൾ ബാർ ഡയഗ്രാം പ്ലോട്ട് ചെയ്യുക, പൈ ചാർട്ട്, അങ്ങനെ പ്ലോട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മൊഡ്യൂളാണ് മാറ്റ്പ്ലോട്ലിബ്. ഇതിനെ മൊഡ്യൂൾ എന്നും പറയാം, അല്ലെങ്കിൽ ലൈബ്രറി എന്ന് പറയാം. ലൈബ്രറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് മൊഡ്യൂൾസ് ആയിരിക്കും. കുറെ മൊഡ്യൂൾസിന്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ ലൈബ്രറി എന്ന് പറയാം. അപ്പോൾ നമ്മൾ നംപൈയും മാറ്റ്പ്ലോട്ലിബും ശരിക്കും ലൈബ്രറികളാണ്. അത് ഒരു മൊഡ്യൂൾ അല്ല, ഒരു ഒറ്റ ഫയലായിട്ട് സേവ് ചെയ്തിരിക്കുന്നതല്ല, കുറെ ഫയൽസ് ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വലിയൊരു ഫോൾഡറാണ്. ആ ഫോൾഡറിനെ നമ്മൾ ലൈബ്രറി എന്നാണ് പറയാം. അപ്പോൾ ശരിക്കും നംപൈയും മാറ്റ്പ്ലോട്ലിബും ലൈബ്രറീസ് ആണ്. അതാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത മൊഡ്യൂളിൽ പഠിക്കുന്നത്. അപ്പോൾ ലൈബ്രറി എന്താണ്? ലൈബ്രറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പ്രോഗ്രാംസ് ഒരു മൊഡ്യൂളായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കളക്ഷനെയാണ് ലൈബ്രറീസ് എന്ന് പറയാം. അതിൽ ഒരു സെറ്റ് ഓഫ് റിലേറ്റഡ് ടാസ്ക് ചെയ്യാൻ പറ്റുന്നതിനെ ഒരു ലൈബ്രറി ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നംപൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെട്രിക്സ് ഓപ്പറേഷൻസിന്റെ ഒരു ലൈബ്രറിയാണ്. മാറ്റ്പ്ലോട്ലിബ് പ്ലോട്ടിംഗ് ഓപ്പറേഷൻസിന്റെ ഒരു ലൈബ്രറിയാണ്. അപ്പോൾ ഇതാണ് മൊഡ്യൂൾ എന്താണ്. ലൈബ്രറി എന്ന് വെച്ചാൽ കളക്ഷൻ ഓഫ് മൊഡ്യൂൾസ് ആണ്. റഫായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് മൊഡ്യൂൾസ് ആണ്. അപ്പോൾ ഈ മൊഡ്യൂൾസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ഒന്നുകൂടെ പറയാം. മൊഡ്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഒരു ഫയലിൽ .py എക്സ്റ്റൻഷനിൽ സേവ് ചെയ്ത് വെക്കുന്നതിനാണ് ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. അങ്ങനെ സേവ് ചെയ്ത് വെച്ച മൊഡ്യൂളിനെ നമുക്ക് പുതിയൊരു പ്രോഗ്രാമിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് ആ മൊഡ്യൂളിൽ എന്തൊക്കെയാണോ എഴുതി വെച്ചിരിക്കുന്നത് അത് ഉപയോഗിക്കാൻ പറ്റും. അത് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഫോർമാറ്റ് ഇമ്പോർട്ട് നെയിം, മൊഡ്യൂൾ നെയിം. ആ മൊഡ്യൂൾ നെയിം നമുക്ക് ചേഞ്ച് ചെയ്യാം. മൊഡ്യൂൾ നെയിം ഇമ്പോർട്ട് ചെയ്യുമ്പോൾ മൊഡ്യൂൾ നെയിം ചേഞ്ച് ചെയ്യാം. അപ്പോൾ മൊഡ്യൂൾ നെയിം ഡോട്ട് ഫംഗ്ഷൻ നെയിമിന് പകരം ഈ ചേഞ്ച് ചെയ്ത പുതിയ നെയിം ഡോട്ട് ഫംഗ്ഷൻ നെയിം എന്ന് ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ അതിലെ സ്പെസിഫിക് ആയിട്ടുള്ള ഫംഗ്ഷൻസും വേരിയബിൾസും മാത്രം ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഫ്രം മൊഡ്യൂൾ നെയിം ഇമ്പോർട്ട് ഏത് ഫംഗ്ഷനാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടതെന്ന് കൊടുക്കാം. എല്ലാ ഫംഗ്ഷൻസും എല്ലാ വേരിയബിൾസും ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഫ്രം മൊഡ്യൂൾ നെയിം ഇമ്പോർട്ട് സ്റ്റാർ എന്ന് കൊടുക്കാം. പക്ഷെ അത് ഉപയോഗിക്കാതിരിക്കുകയാണ് കൂടുതൽ നല്ലത്. അതായത് ഡിഫറെന്റ് മൊഡ്യൂൾസിൽ സെയിം ഫങ്ഷൻസ് ഉള്ളപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഇതാണ് ഇമ്പോർട്ടിംഗ് വിത്ത് റീനെയിമിംഗ് ദ മൊഡ്യൂൾ. അപ്പോൾ നമ്മൾ ഈ മൊഡ്യൂൾ നെയിമിനെ വേറൊരു പേര് കൊടുക്കും. അങ്ങനെ കൊടുക്കാനുള്ള കാരണം നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മൊഡ്യൂളാണ് മാറ്റ്പ്ലോട്ലിബ്. മാറ്റ്പ്ലോട്ലിബ് എന്നിങ്ങനെ ടൈപ്പ് ചെയ്യാൻ കുറെ സമയം എടുക്കുന്നത് കൊണ്ടാണ് അതിനെ വേറൊരു നെയിമായിട്ട് ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ കൊടുക്കുക. ഇപ്പൊ മാറ്റ്പ്ലോട്ലിബ് ആസ് PLT എന്ന് വല്ലതും കൊടുത്തിട്ട് PLT.add എന്ന് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്യണം? matlab.add എന്ന് ടൈപ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെ ടൈപ്പ് ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടി അതിന്റെ നെയിം ചേഞ്ച് ചെയ്ത് വളരെ ചെറിയൊരു നെയിമായിട്ട് കൊടുക്കും. അപ്പോൾ ഇതാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, ഇമ്പോർട്ടിംഗ് വിത്ത് റീനെയിമിംഗ് ദ മൊഡ്യൂൾ. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുന്നു, ഇമ്പോർട്ട് ചെയ്യുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഓക്കെ. ഡൗട്ട് ഇല്ലെന്ന് വിചാരിക്കുന്നു.